നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി അയൽവാസി കടമുറി നിർമ്മിച്ച സംഭവം. കടമുറി പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നില്ല. ഏരൂർ പഞ്ചായത്ത് അധികൃതരുടെ അലംഭാവമെന്ന് ആക്ഷേപം. അന്നും തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല. ദേശീയപാത നവീകരണം. പൊളിച്ചു നീക്കിയ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം അപകട ഭീഷണിയാകുന്നു. ചവറ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെട്ടിടമാണ് ഭീഷണിയാകുന്നത്. യാത്രക്കാരുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ ബസ്സുകളുടെ മുകളിലോട്ടോ ഒക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ബലക്ഷയമുള്ള കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടാകുമോ എന്ന് ആശങ്ക. ഇരുചക്ര വാഹനം തടഞ്ഞു നിർത്തി യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം. പ്രതികൾ അറസ്റ്റിൽ. വടക്കേ മൈലക്കാട് സ്വദേശികളായ ഓമനക്കുട്ടൻ, ധനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. ഹൈക്കോടതി ഉത്തരവിനും പുല്ലുവില. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി അയൽവാസി നിർമ്മിച്ച കടമുറി പൊളിച്ചുമാറ്റാൻ ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും വിധി നടപ്പാക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. അഞ്ചൽ ഏരൂർ പഞ്ചായത്ത് പരിധിയിലാണ് സംഭവം. അഞ്ചൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചിരിമുക്കിന് സമീപം രാധികയുടെ 3 സെന്റ് വസ്തു കയ്യേറിയാണ് സമീപവാസിയായ സ്വകാര്യ വ്യക്തി കടമുറി നിർമ്മിച്ചത്. പഞ്ചായത്തിന്റെയും PWDയുടെയും ചട്ടങ്ങൾ ലംഘിച്ചാണ് രാധികയുടെ വസ്തു കയ്യേറി സ്വകാര്യ വ്യക്തി കടമുറി നിർമ്മിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ രാധിക പരാതി നൽകിയെങ്കിലും അനധികൃതമായി കടമുറി നിർമ്മിച്ച ആളിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഏരൂർ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് രാധിക കുറ്റപ്പെടുത്തി. ആകപ്പാടെ 3 സെന്റ് സ്ഥലമാണുള്ളത്. അത് കയ്യേറി 1 സെന്റ് വാങ്ങിച്ച ആള് കയ്യേറി മതിൽ കെട്ടുകയും മതിലിൽ നിന്ന് ഭിത്തി കെട്ടി തിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ 2019 മുതൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും പരാതിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അന്നും തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല. നിയമപരമായി അല്ല കെട്ടി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ താൽക്കാലികമായ ഷെഡിൽ താമസിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് 2 മുറി ഷട്ടർ കടയും ഒരു റൂമുമായിട്ടാണ് തിരിച്ചിരുന്നത്, ഓഫീസുമായിട്ടാണ് തിരിച്ചിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പൊളിച്ചു മാറ്റേണ്ടത്. ഞങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് ഞാൻ പൊളിച്ചു മാറ്റിയിട്ട് ഇന്ന് ഇതുവരെ നിൽക്കുന്നത്. ഇന്ന് ഏപ്രിൽ മാസം വരെ ആയിട്ട് പോലും ഫെബ്രുവരി കൊടുത്തതിന്റെ ഉത്തരവിന് പോലും മറുപടി കിട്ടിയിട്ടില്ല. രാധികയ്ക്ക് ആകെയുള്ള 3 സെന്റ് വസ്തു കയ്യേറിയാണ് കടമുറി നിർമ്മിച്ചതെന്നും ഇത് പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടും അത് നടപ്പാക്കാതെ കയ്യേറ്റക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തുടരുന്നതെന്നും രാധിക പറയുന്നു. ഞാനിപ്പോൾ ഹൈക്കോടതി സമീപിച്ച് അതിനുള്ള ഉത്തരവും മേടിച്ച്. ഉത്തരവിൽ പറയുന്നത് 30 ദിവസത്തിനകം പൊളിച്ചു മാറ്റണം എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. പൊളിച്ചു മാറ്റണം എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്നാണ് ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും അടങ്ങുന്ന കുടുംബം അതിൽ താമസിക്കുന്നത്. ആ കടമുറിയോട് ചേർന്നാണ് അത് പൊളിച്ചു മാറ്റാൻ 2 കൂട്ടർക്കും ഒരേ രീതിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു പഞ്ചായത്ത് സെക്രട്ടറി. 2 തവണയും നോട്ടീസ് 7 ദിവസം ആദ്യത്തെ പരാതിയിൽ പ്രകാരം തന്നിരിക്കുന്നു. പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞ് അത് രണ്ടാമത്തേതിന് വീണ്ടും ഞാൻ മറുപടി കൊടുത്തിട്ട് ഞാൻ പൊളിച്ചു മാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. ദളിത് കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷിച്ചത്. ഇടക്കുളങ്ങരയിൽ സംഘടിപ്പിച്ച പരിപാടി CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ BR അംബേദ്കർ ജയന്തി ആഘോഷിച്ചത്. CR മഹേഷ് MLA ജയന്തി ദിനാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത്രയും കാലം ലോകത്തെ മറ്റു രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലനിന്നത് ശക്തമായ ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അങ്ങനെ ഒരു ഉത്തരവാദിത്വം ദേശീയ നേതാക്കന്മാർ ഏൽപ്പിച്ചത് മഹാനായ അംബേദ്കറെയാണ്. അദ്ദേഹം നിരവധി കൂടിയാലോചനകളിലൂടെ നിരവധി ചർച്ചകളിലൂടെ അതിശക്തമായ എഴുതപ്പെട്ട ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ടാക്കി. ഇന്നും സമാധാനത്തിൽ അല്പമെങ്കിലും കഴിയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഭരണഘടനയുടെ ബലത്തിലാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന് പ്രഖ്യാപിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു MP തന്നെയാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. ഈ അവസരത്തിൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ജനാധിപത്യ വിശ്വാസവും ആഗ്രഹിക്കുകയാണ്, ഓർക്കുകയാണ് മഹാനായ അംബേദ്കർ. ഇത്രയും കാലം ഈ രാജ്യത്ത് വലിയ തോതിൽ വിഭാഗീയത ഉണ്ടാകാതെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിച്ചു പോകുന്നത് അതിന് കടപ്പെട്ടിരിക്കുന്ന മഹാനായ അംബേദ്കറോടാണ്. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു. നീലികുളം രാജു ജന്മദിന സന്ദേശം നൽകി. മൈതാനത്ത് വിജയൻ, അഡ്വക്കേറ്റ് KA ജവാദ്, ബാബു അമ്മവേട്, നജീബ് മണ്ണേൽ, നസീം BV, RS കിരൺ, K സുന്ദരേശൻ, K വാസു, പൊയ്കയിൽ ബാലകൃഷ്ണൻ, CP സുദർശൻ, കലേഷ് കുമാർ, മിനിമോൾ, പവർ അനിൽകുമാർ, രവീന്ദ്രൻ, വിമൽ ബാബു, രമണൻ പൈനുമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
മലയാളം മധുരം പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം ഓച്ചിറ കൊറ്റമ്പള്ളി GLPSൽ നടത്തി. 1-2 ക്ലാസുകളിലെ കുട്ടികൾക്കായാണ് പദ്ധതി നടപ്പാക്കുന്നത്. SSKയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി. SSKയും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന മലയാളം മധുരം പരിപാടിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നടത്തി. കൊറ്റമ്പള്ളി GLPSലാണ് ഉദ്ഘാടനം നടന്നത്. 1-2 ക്ലാസ്സിലെ കുട്ടികൾ നേടിയ സ്വതന്ത്ര വായനയുടെയും രചനയുടെയും മെച്ചപ്പെടുത്തലിനും വായിച്ചും പറഞ്ഞും എഴുതിയും വരച്ചും അവധിക്കാല അനുഭവങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുമായി വേദിയൊരുക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് മലയാള മധുരം. നമ്മുടെ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി അവർ അവധിക്കാലം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും അവരിൽ നിന്നും നമുക്ക് ഈ വായനാശീലം മറന്നു പോകാതിരിക്കുവാൻ വളരെ മുൻകൂട്ടി തന്നെ അവരെ ഏറ്റവും മധുരമായ രീതിയിൽ, അതുപോലെ അവർക്ക് ഏറ്റവും ഇണങ്ങുന്ന രീതിയിൽ, അവർക്ക് ഏറ്റവും പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ രീതിയിൽ ഒരു കഥയുടെ രൂപത്തിലൊക്കെ ചെറിയ ചെറിയ പുസ്തകങ്ങളായി അവർക്ക് വായിക്കുവാൻ കൊടുക്കുകയാണ്. അത് നമ്മുടെ രക്ഷകർത്താക്കൾ അവരെ അതിനെ പ്രേരിപ്പിക്കുകയും അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക്. അവിടെ അതിനുശേഷം 1 മാസം കഴിയുമ്പോൾ കൃത്യമായ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് അവരെന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അതിനകത്ത് അവലോകനം നടത്തണം. SMC ചെയർമാൻ ദിലീപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക S ജയകുമാരി, സ്റ്റാഫ് സെക്രട്ടറി J ജാസ്മിൻ, SMC അംഗങ്ങൾ, മദർ PT അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2 ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. ഒരു സംയുക്ത ഡയറി എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പ്രോഗ്രാം നടത്തി. നിങ്ങൾക്കെല്ലാം അറിയാം, അതൊരു ശില്പശാല. അതിൻ്റെ തുടർച്ചയായി കുഞ്ഞുങ്ങൾക്ക് ഈ അവധിക്കാലത്തും അവധിയില്ലാത്ത വായനയിലൂടെ കുഞ്ഞുങ്ങളെ നല്ല വായനക്കാരായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്, SSKയുടെ ഒരു പദ്ധതിയാണ് ഈ മലയാളം. നമ്മുടെ ഈ പരിപാടിയുടെ പേര് മലയാള മധുരം. വായനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. വായന ചങ്ങാത്തം, മധുരം മലയാളം, അങ്ങനെ തുടങ്ങി SSKയുടെ പല പരിപാടികളും ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു പ്രവർത്തനമാണ്. തുടർന്ന് കുട്ടികൾ അവധിയില്ലാതെ വായിച്ച് അക്ഷരങ്ങളിൽ നിന്ന് വിട്ടുപോകാതെ, എന്നുവെച്ചാൽ SSK തന്നെ തന്ന ചെറിയ ചെറിയ പുസ്തകങ്ങളാണ് നമുക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ദേശീയപാത നവീകരണത്തിനായി പൊളിച്ചു നീക്കിയ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു. ചവറ ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാതയ്ക്കും ONV റോഡിനും മധ്യേ നിൽക്കുന്ന കെട്ടിടമാണ് ഭീഷണിയാകുന്നത്. ബലക്ഷയമുള്ള കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത്. ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്തെ കെട്ടിടം പൊളിച്ചു നീക്കിയെങ്കിലും ശേഷിക്കുന്ന ഭാഗം നിലനിർത്തിയിരിക്കുന്നതാണ് ചവറയിൽ അപകട ഭീഷണിയാകുന്നത്. തിരക്കേറിയ ചവറ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മാണം നടക്കുന്ന ദേശീയപാതയോടും ONV റോഡിനോടും ചേർന്നാണ് കെട്ടിടം നിൽക്കുന്നത്. ഇത് യാത്രക്കാർക്ക് ഏറെ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിന് സൈഡിലായിട്ട് പെട്ടിക്കടകളും ആയിരക്കണക്കിന് യാത്രക്കാരും തൊഴിലാളികളും പ്രൈവറ്റ് ബസ്സും ഓട്ടോറിക്ഷയും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. യാത്രക്കാരുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ ബസ്സുകളുടെ മുകളിലോട്ടോ ഒക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും ഉടമ ഇതിന് തയ്യാറായിട്ടില്ല. ബഹുനില മന്ദിരത്തിന്റെ ഭാഗമാണ് ഇനി നീക്കം ചെയ്യാനുള്ളത്. ഹൈവേ വികസനം വന്നപ്പോൾ 90% ഹൈവേക്ക് വേണ്ടി പോയി. ബാക്കി 10%മാണ് പദ്ധതി നിൽക്കുന്നത്. ഈ 10% 4 നില 5 നിലയോളം മുകളിലോട്ട് നിൽക്കുകയാണ്. അതൊരു ചൈനയുടെ വൻമതിൽ മാതിരിയാണ്. ഏറ്റെടുത്ത ഭൂമിയുടെ ബാക്കി ഭാഗത്താണ് കെട്ടിടത്തിന്റെ അവശേഷിക്കുന്ന ഭാഗം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ള അധികൃതർക്ക് മുന്നിൽ വിഷയമുന്നയിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഈ കൂറ്റൻ കെട്ടിടാവശിഷ്ടം തകർന്നു വീണ് അപകടമുണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. പിന്നെ ഗതാഗതത്തിന് ഏറ്റവും വലിയൊരു തടസ്സമാണ് ഈ ഒരു വാഹനം. ഇവിടുത്തെ ഭരണകർത്താക്കൾ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഭരണകർത്താക്കളോട് ഞങ്ങൾ എല്ലാവരും. ന്യൂസ് ബ്യൂറോ, ചവറ. തൃക്കടവൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന N ദിവാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. തൃക്കടവൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ N ദിവാകരൻ ഇന്നത്തെ തലമുറ മാതൃകയാക്കേണ്ട പൊതുപ്രവർത്തകനാണെന്ന് ബിന്ദുകൃഷ്ണ പറഞ്ഞു. എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ സാധ്യതമാണ്, ഉദാഹരണമാണ് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം മുതൽ അദ്ദേഹത്തെ പരിചയമുണ്ട്. കൊല്ലം പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന കടവൂർ പ്രദേശത്തെ ഓരോ വീട്ടിലെയും ആളുകൾക്ക് നേരിട്ട് അറിയാവുകയും കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ വ്യക്തശ്രദ്ധനായിരുന്ന അദ്ദേഹം ഇവിടെ അധ്യക്ഷ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ 7.5 വർഷം
കടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുകൊണ്ട് ഇവിടുത്തെ മുക്കിലും മൂലയിലും ഓരോ ആളുകളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തി കൊടുക്കുവാനും ഒപ്പം തന്നെ അന്നത്തെ കാലത്ത് വികേന്ദ്രീകരണമൊന്നും അധികാര വികേന്ദ്രീകരണം വരാതിരുന്നു. തൃക്കടവൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPCC സെക്രട്ടറി സൂരജ് രവി, UDF നിയോജക മണ്ഡലം കൺവീനർ R സുനിൽ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ പ്രാക്കുളം സുരേഷ്, D ഗീതാകൃഷ്ണൻ, കടവൂർ B അൽകുമാർ, ദിജോ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ റോട്ടറി ക്ലബ്ബ് ഹെറിറ്റേജ് ടൗൺ ചാർട്ടർ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ G സുമിത്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓച്ചിറ റോട്ടറി ക്ലബിന്റെ ടൗൺ ചാർട്ടർ ഉദ്ഘാടനം നടത്തി. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ G സുമിത്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാർട്ടർ പ്രസിഡന്റ് D ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ചീഫ് അഡ്വൈസർ ജോൺ ഡാനിയൽ, ഡിസ്ട്രിക്ട് ലേണിംഗ് ഫെസിലിറ്റേറ്റർ സിരീഷ് കേശവൻ, ഡോക്ടർ GA ജോർജ്, സലീം നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശാന്ത് കണ്ണമ്പള്ളി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഇരുചക്ര വാഹനം തടഞ്ഞു നിർത്തി യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികളെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേ മൈലക്കാട് സിലേഷ് ഭവനിൽ സിനേഷ് കുമാറിനെ ആക്രമിച്ച കേസിലാണ് രണ്ടുപേർ പിടിയിലായത്. വടക്കേ മൈലക്കാട് സ്വദേശികളായ ഓമനക്കുട്ടൻ, ധനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വടക്കേ മൈലക്കാട് സ്വദേശികളായ ഓമനക്കുട്ടൻ, ധനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന സിനേഷ് കുമാർ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണം. തർക്കങ്ങൾക്ക് ശേഷം പിരിഞ്ഞുപോയ പ്രതികൾ മാരകായുധങ്ങളുമായി തിരികെ എത്തി മാങ്കൂട്ടത്തിൽ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് സിനേഷിനെ വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഏപ്രിൽ 10 രാത്രിയിലായിരുന്നു സംഭവം. വധശ്രമത്തിനാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം വൈദ്യപരിശോധനകൾ നടത്തി പരവൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചാത്തന്നൂർ ACPയുടെ മേൽനോട്ടത്തിൽ SHO വിജയരാഘവൻ, സബ് ഇൻസ്പെക്ടർ ദീപു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ കേന്ദ്രത്തിലെ കള്ളുഷാപ്പിനെതിരെ ജനകീയ സമരസമിതി സർവകക്ഷി യോഗം ചേർന്നു. ചവറ ഗ്രാമപഞ്ചായത്ത് താന്നിമൂട് വാർഡിലാണ് കള്ളുഷാപ്പ് സ്ഥാപിച്ചത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും എക്സൈസിനും പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചവറ ഗ്രാമപഞ്ചായത്ത് താന്നിമൂട് വാർഡിൽ സ്ഥാപിക്കുന്ന കള്ളുഷാപ്പിനെതിരെയാണ് നാട്ടുകാരും പ്രദേശവാസികളും സമരരംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി ചേർന്ന ജനകീയ സമിതി സർവകക്ഷി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെയിൻ കാര്യം, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാർ ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് വരാൻ ഈ മീറ്റിങ്ങിൽ വന്നത്. ഇതുപോലെ കൂടിയ ഒരു ഇത്രയും ഇല്ലെങ്കിലും ഇതിനൊക്കെ കുറച്ച് ആളുകൾ ഇല്ലാന്നേ ഉള്ളായിരുന്നു. അത്രയും ശക്തമായി കൂടിയ ഒരു മീറ്റിംഗ് അവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പിന്നെ വിളിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ആവശ്യമല്ല, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് അവരുടെ 2-3 വീട്ടുകാരുടെ പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഇവിടെ തോനെയും നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത്. ഈ ഒരു ഷാപ്പ് വന്നു കഴിഞ്ഞാൽ അതുമല്ല നമ്മുടെ റോഡിന് വീതിയില്ല. അവിടെ അവരെ പോയി മദ്യപിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും മറ്റും വരും. നമ്മുടെ മക്കൾക്ക് സമാധാനപരമായി സ്കൂളിൽ പോകാനോ നമ്മുടെ പെൺകുട്ടികളുടെ അമ്മമാർക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പെൺകുട്ടികളുടെ അമ്മമാർക്ക് യാതൊരു സമാധാനവും ഇല്ലാത്ത രീതിയിലേക്ക് കള്ളുഷാപ്പ് വന്നു കഴിഞ്ഞാൽ പോകും. പഞ്ചായത്ത് അംഗം O വിനോദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം വസന്തൻ, വികാസ് പ്രസിഡന്റ് ബിജുകുമാർ, രജനി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഐക്യത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രദേശത്ത് നമുക്കൊരു മദ്യശാല, കള്ള് ഷാപ്പ് വരുന്നതിന് വേണ്ടുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ എല്ലാ നിയമ നടപടികളും നടന്നു, ഇത് തുറന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ നമുക്കൊരു ജനകീയമായി മാത്രമേ ഇതിനെ നമുക്ക് നേരിടാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ആണ് നമ്മൾ അവരെല്ലാം 6 മണി കഴിഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വഴി നടന്നു പോകുന്നത്. വന്നു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം അറിയാം. മദ്യപാനികളുള്ള വീടുകളിൽ പറയേണ്ട കാര്യമില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് നടന്നു പോകാൻ പറ്റത്തില്ല. നമ്മുടെ പ്രദേശത്തുള്ള വ്യക്തികളായിരിക്കത്തില്ല ഈ മദ്യം കഴിക്കാനോ വരുന്നത്. മുഖ്യമന്ത്രിക്കും എക്സൈസ് ഉപമന്ത്രിക്കും MLAയ്ക്കും എക്സൈസ് കമ്മീഷണർക്കും പ്രദേശവാസികൾ കള്ളുഷാപ്പ് സ്ഥാപിക്കുന്നതിനെതിരെ പരാതി നൽകും. ന്യൂസ് ബ്യൂറോ, ചവറ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൺവെൻഷൻ സംഘടിപ്പിച്ചു. കായംകുളം അസംബ്ലി മണ്ഡലം സംയുക്ത ഇടതുപക്ഷ കർഷക സംഘടനയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടത്തിയത്. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ്
കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കായംകുളം അസംബ്ലി മണ്ഡലം സംയുക്ത ഇടതുപക്ഷ കർഷക സംഘടനയുടെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടത്തിയത്. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ കൃഷിക്കാരുടെ സമരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശിച്ചതുപോലെ ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി സംഭരണ വില നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു. മറ്റു 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണം. ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരം കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിച്ചത്. ആ സമരങ്ങളിലൂടെ രൂപപ്പെട്ട ഒരു ചൂടും ചൂരും ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും പ്രതിഫലിക്കും. ഓൾ ഇന്ത്യ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി K. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ്, MV ശ്യാം, CK ഉണ്ണിത്താൻ, M. നസീർ, L. ഉണ്ണിപ്പിള്ള, K. സജികുമാർ, G. ഹരികുമാർ, ഷെരീഫ് പത്തിയൂർ, K. മോഹനൻ, N. ശങ്കരപ്പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കിഴക്കേക്കല്ലടയിൽ കുടുംബസംഗമം നടത്തി. LDF സ്ഥാനാർത്ഥി C. അരുൺകുമാറിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബസംഗമം നടത്തിയത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ വിജയത്തിനായാണ് കിഴക്കേക്കല്ലട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നുതറയിൽ പ്രത്യേക കുടുംബസംഗമം നടത്തിയത്. കോവൂർ കുഞ്ഞുമണി MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് M. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CG ഗോപകൃഷ്ണൻ, ജയദേവി മോഹൻ, G. വേലായുധൻ, ഷിബു പറത്തൂർ, N. വിജയൻ, പാട്ടത്തിൽ സുനിൽ, പീയൂഷാദേവി, S. അജിലാൽ, T. ശോഭന, R. രവീന്ദ്രൻ നായർ, K. രാജേന്ദ്രൻ, S. ശശികല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുന്നത്തൂർ തൃക്കണ്ണാപുരം മഹാദേവ ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. ക്ഷേത്രത്തിലെ 10ാമത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടന്നത്. കുന്നത്തൂർ മാനാമ്പുഴ തൃക്കണ്ണാപുരം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പൊങ്കാല നടന്നത്. നടതുറപ്പ്, വിഷുക്കണി, ഗണപതി ഹോമം, പറയിടി, ഭാഗവത പാരായണം, അന്നദാനം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ഷേത്രത്തിലെ ഉത്സവം 23-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറി അയൽവാസി കടമുറി നിർമ്മിച്ച സംഭവം. കടമുറി പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നില്ല. ഏരൂർ പഞ്ചായത്ത് അധികൃതരുടെ അലംഭാവമെന്ന് ആക്ഷേപം. അന്നും തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല. ദേശീയപാത നവീകരണം. പൊളിച്ചു നീക്കിയ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം അപകട ഭീഷണിയാകുന്നു. ചവറ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെട്ടിടമാണ് ഭീഷണിയാകുന്നത്. യാത്രക്കാരുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ ബസ്സുകളുടെ മുകളിലോട്ടോ ഒക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ബലക്ഷയമുള്ള കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടാകുമോ എന്ന് ആശങ്ക. ഇരുചക്രവാഹനം തടഞ്ഞു നിർത്തി യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം. പ്രതികൾ അറസ്റ്റിൽ. വടക്കേ മൈലക്കാട് സ്വദേശികളായ ഓമനക്കുട്ടൻ, ധനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.